പെട്ടെന്നുണ്ടായൊരു ട്രിപ്പായിരുന്നു കേട്ടോ അത്. ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ വേറെയും കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാലിക്കറ്റ് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു ട്രിപ്പ്. അപ്പോൾ ഫാമിലി എല്ലാവരും കൂടെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, ഹെൽത്തി ഫുഡ്, പുറത്തുനിന്നൊന്നും കഴിക്കേണ്ട, ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷേ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മൾ പൂങ്കാവനം ഡാം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ഡിക്കിയിൽ നിന്നൊരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ, പോകുന്ന ടൈമിൽ നല്ല മഴ ഉണ്ടായിരുന്നു. അതിൽ ചെറുതായിട്ടൊരു ചോറിൽ കുറവ് ഉണ്ടായപ്പോൾ നമ്മളൊന്ന് ഗ്ലാസ് താത്തി നോക്കിയതാണ്. ഫ്രണ്ടിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ബ്ലോക്ക് കാരണം എത്താൻ കുറച്ച് ലേറ്റായി. നമ്മൾ ഡയറക്റ്റ് പോകുന്നത് ഹൈലൈറ്റ് മാളിലേക്കായിരുന്നു. അവിടുന്ന് ഒരാളെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ എത്തി. അവിടെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ എനിക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി. അങ്ങനെ നമ്മൾ 11 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തി. അങ്ങനെ ആളെ കിട്ടിയിട്ടോ. ഇതാ ബ്ലൂ കളറിൽ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആളാണ്. ഹൈലൈറ്റ് മാളിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവളെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി. ഹൈലൈറ്റ് മാളിൽ കൂടുതൽ ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ല. എൻ്റെ ചെരുപ്പ് ഓൾറെഡി പൊട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴേക്കും. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്നൊരു ചെരുപ്പ് എടുത്തു. എനിക്ക് കളക്ഷൻസ് അധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സിന് അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ചെരുപ്പിനൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സിന് അടിപൊളി കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് വെസ്റ്റ് സൈഡിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അത് ബ്രദറിനെ എന്തോ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അവന് മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളങ്ങനെ കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലാണ് പോയത്. നമ്മൾ പോകുന്ന വഴിയിൽ അവിടെ എത്തി പാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങനെ ഫുഡ് കഴിക്കണ്ടായി. ചിക്കൻ ബിരിയാണി ആയിട്ടോ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വഴിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബേക്കറി ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വാങ്ങിക്കാനും ബുദ്ധിമുട്ടായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പം കടലുണ്ടി എത്തിയ മുതൽ നമുക്ക് ഒട്ടും മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുവരെ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു പാർക്ക് മുമ്പ് ഉണ്ടായിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തേ. കാരണം ഒരുപാട് ടയറും കാര്യങ്ങളും ഊഞ്ഞാലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ദമ്മിട്ടിട്ട് കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ ഫുഡ് പൊട്ടിച്ച് ഫുഡ് എല്ലാവർക്കും സെർവ് ചെയ്തു. ബ്രദറായിരുന്നു കേട്ടോ, ഈ വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ടുള്ള ആളായിരുന്നു എല്ലാവർക്കും സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. എൻ്റെ ഒരു കഴിക്കുന്ന വീഡിയോ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ സാലഡും ചമ്മന്തിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികൾക്ക് നമ്മളിങ്ങനെ വാരി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡ്രസ്സിലൂടെ ഒക്കെ മൊത്തമാക്കും. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇരിക്കാനുള്ളൊരു സീറ്റിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് കുറേ പേര് നിന്നിട്ടൊക്കെ ഉണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ തല തിരിച്ചൊക്കെ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ബോട്ടിംഗ് ഉണ്ടായിരുന്നു അവിടെ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയുള്ളൊരു ബോട്ടിംഗ് ആയിരുന്നു. ആ പോകുന്ന വഴിയിൽ നമ്മളൊരു 3 ഐലൻഡും കാണിച്ചു തരും അവരും. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നമുക്ക് ഇത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു മനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. നല്ല സെർവിങ് ആയിരുന്നു കേട്ടോ. നമ്മളിതിൽ കയറി അത്യാവശ്യം നല്ല ആസ്വദിച്ചിട്ട് പോകാൻ പറ്റി. ഒരുപാട് ഫോട്ടോസ് എടുത്തു. എല്ലാവരുടെയും സിംഗിൾ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. 1 മണിക്കൂറാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് കുറേ ടൈം നമുക്ക് ഒരുപാട് സ്ഥലത്ത് നിർത്തി തന്നിട്ട് ഫോട്ടോസ് എടുക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിട്ടുള്ള ഇതാണൊരു ഐലൻഡ്. ഇതിലെത്ര 11 വീടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ നമുക്കിങ്ങനെ പോകുന്ന വഴിക്ക് ആൾ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നു. ആളുടെ സർവീസ് മൊത്തത്തിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുടെ നമ്പർ ഞാൻ എന്തായാലും വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്റ്റ് ചെയ്യാം. ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. ഓരോ കണ്ടൽക്കാടിനും ഓരോ ടൈപ്പ് പേരുകളാണ്. ഇതിൽ കാണുന്ന ഈ ഒരു കണ്ടൽക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഏതൊരു രാജ്യത്തു നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ കേരളത്തിലുള്ളതല്ല. ഇത് വേറൊരു കണ്ടൽക്കാടാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ തകൃതമായിട്ട് പാട്ടും ഡാൻസൊക്കെ നടക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ഒരു പാട്ട് പാടിയാൽ മതി. എവിടെയെങ്കിലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവന് ഡാൻസ് ചെയ്യാൻ കൊടുത്തുട്ടോ. അതുപോലെ മറ്റവന് പിന്നെ വെള്ളത്തിലിറങ്ങണം എന്നുള്ള ഒറ്റ ഇത് മാത്രമേ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് അങ്ങനെ അവൻ ആ ഒരു വഴിക്കായിരുന്നു ഫുൾ ടൈം ഉണ്ടായിരുന്നത്. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ മുട്ടിൻ്റെ അതുവരെ വെള്ളമുള്ളൊരു സ്ഥലത്ത് നിർത്തി തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ അൺഎക്സ്പെക്റ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫുള്ളൊന്നും ഞാനിതിൽ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ രാവിലെ ഒരു 11 മണിക്ക് ശേഷം ഉച്ചൻ്റെ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും കേട്ടോ നല്ല ക്ലൈമറ്റ് എന്നാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
അത് കഴിഞ്ഞാൽ ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഫുള്ള് ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് നിർത്തി ഫോട്ടോസ് എടുക്കാനും നമ്മുടേതായിട്ടുള്ളൊരു പ്രൈവസി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ മാനേജേട്ടൻ. ആളുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. അപ്പം ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക. ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടൊക്കെ പോകാൻ പറ്റുന്ന അടിപൊളി സ്പോട്ടാണ്. പോകുന്ന വഴിയിൽ നമ്മൾ കാലിക്കറ്റ് ബീച്ചിലൊന്ന് കയറാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു മക്കാനീനോ അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ കയറിയിട്ടില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നമ്മൾ പാർക്ക് ചെയ്ത ടൈമിൽ. അപ്പം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവർ ബീച്ചിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് ചായ മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കുകയാണ് ചെയ്തത്. ചായയും അതിനെന്തോ കടി മക്കാനി എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഏതൊരു ആളുടെ മക്കാനി എന്ന് പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി അവിടെ കൂടുതൽ ടൈമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. കൂടുതലായിട്ട് കടലിങ്ങനെ കയറി വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മഴ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അവിടെ എത്തി പോരുന്ന ആ ടൈം ആയപ്പോഴേക്കും മഴ ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് പോന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്.